ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നോമ്പുതുറ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും നൈറ്റിയുടെ വിശേഷങ്ങളല്ല. അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ വിചാരിച്ചു നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന്. കൂടെ ഒരു എന്താ പറയുക ഒരു സ്നാക്കും കൂടെയാണ്. കാടമുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് കാടമുട്ട അത് പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണ്. അപ്പോൾ ഇതാ കാടമുട്ട വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്തെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. പക്ഷേ അത്ര വലിയ സമയമെടുക്കുന്ന ഒരു സ്നാക്കൊന്നുമല്ല. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവി എടുക്കുകയാണ്. ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ടാണിത്. അപ്പോൾ തന്നെ ഞാൻ തേങ്ങ ചിരവിയിട്ടുണ്ട്. ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ചെറുനാരങ്ങയുടെ ആ ഒരു ഇത് പിഴിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിലും പുളിക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാ തേങ്ങാ ചമ്മന്തി അരച്ചെടുക്കുന്ന ആ ഒരു ഇതാണ്. നല്ലോണം അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ വെള്ളം അധികമാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പുളി ഒഴിക്കുന്ന സമയത്താണെങ്കിലൊക്കെ. അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ്. ഇതിലും അരഞ്ഞാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയം ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാടമുട്ട എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലേക്കൊരു കുഞ്ഞു സവാള കുനുകുന അരിഞ്ഞത്, കുഞ്ഞു പീസായി അരിഞ്ഞതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട. ഈ ഒരു ചമ്മന്തിയിൽ ആ ഒരു സവാള കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കാടമുട്ട ഉണ്ടല്ലോ അതൊരു സ്റ്റിക്കിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നും ഓരോ സ്റ്റിക്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കലാണ്. സ്റ്റിക്കില്ലാതെയും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഓരോ കാടമുട്ടയും സ്റ്റിക്കിൽ കുത്തി കൊടുക്കുക. ഇപ്പോൾ ഇതാ മുഴുവനും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, ആ ഒരു ചമ്മന്തിയിൽ നിന്ന് കുറച്ച് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ ഇതാ ഒരു ഉരുള പോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ആ ഒരു മുട്ടയിൽ കവർ ചെയ്തെടുക്കുകയാണ് ഈ ഒരു ചമ്മന്തി. മൊത്തത്തിൽ എത്തുന്ന രൂപത്തിൽ വേണം. ഇതിപ്പോൾ കുറച്ച് അരയാത്ത കാരണമാണ്. ഇതിങ്ങനെ നല്ലോണം പേസ്റ്റായി അരയാണെങ്കിൽ നല്ലവണ്ണം ഇതിങ്ങനെ നമുക്ക് ഈ ഒരു മുട്ടയുടെ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ ഇതാ ഇതുപോലെ എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. എന്നിട്ട് വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡാണ്. ഒരു പാക്കറ്റൊന്നും ആവശ്യമില്ല. നമ്മൾ എത്രത്തോളം മുട്ട എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് അളവിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ആ ഒരു ബ്രൗൺ കളർ ഒന്ന് മാറ്റിക്കളയാം. ഇപ്പോൾ ഞാനൊരു കത്രിക വെച്ചിട്ട് 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് വേസ്റ്റായി കളയേണ്ട ആവശ്യമില്ല. അതും ഇതിലേക്ക് ബ്രെഡ് ക്രംസിന് അതിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഓരോന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കലാണ്. എന്നിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ആ ഒരു ചമ്മന്തി ഉള്ള ആ ഒരു മുട്ടയുടെ ആ ഒരു ഇതുണ്ടല്ലോ ഇത് ഒരു എന്താ പറയുക ഈ ഒരു ബ്രെഡിൽ കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നല്ല വൃത്തിക്കായിട്ട് നമുക്ക് ഇത് കിട്ടും. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ പാന് വെച്ചിട്ട് കത്തിച്ചെടുക്കലാണ്. പാന് ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം നമുക്കിത് വറുത്തെടുക്കണമല്ലോ, ആ സ്നാക്ക് റെഡിയാക്കണ്ടേ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാനിത് ചെയ്യുകയാണ്. എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു അരികെ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കലാണ്. ബ്രെഡ് ക്രംസിനും അത് ചെയ്തെടുക്കുക. ഒന്ന് എന്താ പറയുക, അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ അങ്ങനെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതൊന്നും വേസ്റ്റായി പോവില്ല. നമുക്ക് തന്നെ അത്
ഈ ഒരു സ്നാക്കിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ വേണ്ടത് ഒരു ബാറ്ററാണ്, മുട്ടയുടെ ഒരു ബാറ്ററാണ്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ ഇതാ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മൈദയും 3 കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തെടുത്തതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഓരോന്നും ഈ ഒരു മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ ഒരു ചമ്മന്തിയും മുട്ടയും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റുമാണ്. ഒരു വെറൈറ്റി, റംസാനൊക്കെ ഒരു വെറൈറ്റി ആയി എടുക്കുക. എന്നും സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് മാറ്റി പിടിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതാ ഞാനിത് ഓരോന്ന് ഇതിൽ ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു ബ്രെഡ് ക്രംസും കൂടെ അതിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും. ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആവണ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനായി അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു സ്നാക്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഒരു ജ്യൂസും നാരങ്ങ വെള്ളമാണ്. സ്ട്രോബെറി ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ നാരങ്ങ വെള്ളം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നോമ്പ് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബീഫ് ഗ്രേവിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.